എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാൾ കേൾക്കുവാനായിട്ട് കൊതിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിലൂടെ നമ്മോടൊത്ത് പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യമുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് തയ്യാറുള്ള മനുഷ്യരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരോടൊത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമുള്ളതാവും. അത് നമുക്ക് സന്തോഷത്തോടു കൂടി ചെയ്യുവാൻ സാധിക്കും. സ്നാപക യോഹന്നാന് ഇങ്ങനെയുള്ള ചില കാണികളെയാണ് ലഭിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരെപ്പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയ മനുഷ്യരെപ്പറ്റി. അതുകൊണ്ടാണ് ചുങ്കക്കാർ മുതൽ പടയാളികൾ വരെ അവനോട് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബൈബിള് പൊതുവെ സ്നാപക യോഹന്നാനെ വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു പ്രവാചകനായിട്ടാണ് വരച്ചു കാട്ടുന്നത്. പക്ഷേ ഇന്നത്തെ യോഹന്നാൻ്റെ മറുപടി അത് ഇതിനോട് ചേരുന്ന ഒന്നല്ല. കഠിനമായിട്ടുള്ള ആത്മീയതയോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല യോഹന്നാൻ ഈ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. അവരുടെ ജീവിതം നീതിയിൽ രൂപീകരിക്കുവാനായിട്ട്, മാറ്റുവാനായിട്ടാണ് അവൻ അവരോട് ആവശ്യപ്പെടുന്നത്. കൂടുതൽ ആവശ്യപ്പെടാതിരിക്കുക, കൂടുതൽ വസ്ത്രവും ഭക്ഷണവും, കൂടുതൽ അധികാരവും അധികാരത്തിൻ്റെ ദുരുപയോഗവും, കൂടുതൽ ധനം സമ്പാദിക്കുന്നതും, ഇങ്ങനെ കൂടുതൽ തേടുന്നത് ഉപേക്ഷിക്കുവാനായിട്ട് അവൻ ആവശ്യപ്പെടുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്തിൽ സാധിക്കുന്ന ഒന്നാണോ? നമ്മൾ കൂടുതൽ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, കൂടുതൽ വാങ്ങിക്കുവാനായിട്ട്, കൂടുതൽ കൈവശം വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ. ഈ പ്രവണത തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം? ഇന്നെ കൂടുതൽ തേടുന്നവർ സത്യത്തിൽ അവർക്ക് നീതിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കണമെന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും, യുദ്ധങ്ങൾക്കും സമാധാനക്കുറവിനുമൊക്കെ, നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം ഇതുതന്നെയാണ്. കൂടുതൽ തേടുന്ന മനുഷ്യർ, അവർ അനീതിയിൽ കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അനീതിയുടെ മാർഗത്തിൽ പോകുന്നവർ, അവർക്ക് നല്ല മനുഷ്യരാകുവാനായിട്ട് സാധിക്കില്ല. യോഹന്നാൻ അതാണ് പറഞ്ഞു വയ്ക്കുന്നത് വരികൾക്കിടയിലൂടെ. യോഹന്നാന് പക്ഷേ ഇതിന് ഒരു പരിഹാരവും നിർദ്ദേശിക്കുവാനായിട്ടുണ്ട്. ആര് അനീതിയിലായിരിക്കുന്നുവോ അയാൾ നീതിയുടെ മാർഗത്തിൽ വരിക. ആർക്കാണോ കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് ഉള്ള ത്വരയുള്ളത് അയാൾ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാവുക. ഇങ്ങനെ മാനസാന്തരത്തിന് പ്രായോഗികമായിട്ടുള്ള പരിഹാരമാണ് യോഹന്നാൻ നിർദ്ദേശിക്കുന്നത്. പ്രാർത്ഥനകളോ മതപരമായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. നമ്മൾ ആഗമന കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലെത്തുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നത്? ഞാൻ എന്തിന് തയ്യാറാണ്? എനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യുവാൻ സാധിക്കും? അതോ മറ്റുള്ളവരാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് എന്ന് വാശി പിടിക്കുന്ന, എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട, അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഇങ്ങനെ ഈ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊപ്പം നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്തുമാത്രം നീതിയാണ്, നന്മയാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ അനുഭവിക്കുന്നത്, മറ്റുള്ളവർക്ക് നൽകുന്നത്? ഞാൻ ആയിരിക്കുന്ന കൂട്ടായ്മ, സഭ ഇപ്രകാരം ഈ നീതിയിലായിരിക്കുവാനായിട്ട്, അതുവഴി നീതിമാനായ ദൈവത്തെ പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ആഗമനകാലത്തെ 3-ാമത്തെ ഞായറാഴ്ചയ്ക്ക് ഗൗദേത്തെ ഞായറാഴ്ച എന്നൊരു പേരുണ്ട്. ലാറ്റിനിലെ ഈ പദത്തിൻ്റെ അർത്ഥം സന്തോഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആത്മീയതയിൽ ഞാൻ എത്രമാത്രമാണ് സന്തോഷിക്കുന്നത്? അതിനുവേണ്ടി എനിക്ക് എന്തു ചെയ്യുവാനായിട്ട് സാധിക്കും? എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് എത്രമാത്രം എനിക്ക് സാധിക്കുന്നുണ്ട്? അതിന് എൻ്റെ ആത്മീയത എന്നെ എത്രമാത്രം സഹായിക്കുന്നു?
കൂടുതൽ ഉപേക്ഷിക്കുവാനായിട്ട്, ശരിയായിട്ടുള്ളതും നീതിയായിട്ടുള്ളതും ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മീയത എന്നെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.